ഷൊർണൂർ റെയിൽവേയുമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പാലക്കാട് ഡിവിഷനുമായി ബന്ധപ്പെട്ടാലും മതി. അടിയന്തരമായി ഈ തീവണ്ടി നമുക്ക് ഷൊർണൂർ എത്തിക്കേണ്ടതുണ്ട് റെയിൽവേക്ക്. കാരണം ഷൊർണൂരിൽ പ്ലാറ്റ്ഫോമുള്ള സ്ഥലത്ത് എത്തിച്ച് ഇത് തുറന്നു കൊടുക്കുകയാണ് ഇപ്പോൾ മിനിമം വേണ്ടത്. ഇപ്പോൾ എയർ കണ്ടീഷനും ലൈറ്റും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് യാത്രക്കാർ പറയുന്നത്. BS രഞ്ജിത്ത്. ഡോക്ടർ, നേരത്തെ എയർ കണ്ടീഷൻ ഇടയ്ക്ക് തകരാറാവുന്ന പ്രശ്നമുണ്ടായിരുന്നു. അത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴായിരിക്കണം ഇപ്പോൾ എയർ കണ്ടീഷൻ ത്രൂ ഔട്ട് ലഭ്യമാവുന്നുണ്ട്. അതുപോലെ ഇരുട്ടായതുകൊണ്ട് ഇപ്പോൾ നല്ല വെളിച്ചവും കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. അത് തന്നെ യാത്രക്കാർക്ക് ഒരു പരിധിവരെ ആശ്വാസമാണ്. പക്ഷേ പലരും വളരെ വേഗത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള വന്ദേ ഭാരത് പോലെ പ്രീമിയം ട്രെയിനുകളെ ആശ്രയിക്കുന്നതെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ഇപ്പോൾ റെയിൽവേ പറയുന്നത് സാങ്കേതിക തകരാറാണ്, ഉടൻ പരിഹരിക്കും എന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. എന്താണ് തകരാറെന്ന് കൃത്യമായി നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, എന്താണ് ഇത്ര സമയമായി, ഏകദേശം 1.5 മണിക്കൂർ സമയത്തോളമായി ഇങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ ഒരു കാരണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. യാത്രക്കാർ ചെറിയ വിവരങ്ങൾ മാത്രമാണ് യാത്രക്കാർ ലഭ്യമാവുന്നത്. ഇനി അല്പസമയത്തിനകം ഇത് ഷൊർണൂരിലേക്ക് തന്നെ തിരിച്ചെത്തിച്ച് ഒന്നെങ്കിൽ മറ്റൊരു എഞ്ചിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റൊരു ട്രെയിനിൽ അവരെ യാത്രയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഓക്കെ BS രഞ്ജിത്ത്, എന്തായാലും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുമായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെടുക. അതിനുശേഷം കിട്ടുന്ന വിവരം നമുക്ക് ഈ യാത്രക്കാരെ അറിയിക്കുകയും ചെയ്യാം. അവരിൽ പലരും ഇപ്പോൾ റിപ്പോർട്ടർ TV കാണുകയും ചെയ്യുന്നുണ്ട്. അവർ പലരും ആശങ്കകൾ അറിയിച്ചു വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും എയർ കണ്ടീഷനും ലൈറ്റും അവിടെ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ വന്ദേ ഭാരത് തിരികെ കൊണ്ടുപോകും. അവിടെ എത്തിയതിനു ശേഷം ഈ ഡോർ ഓപ്പൺ ചെയ്ത് യാത്രക്കാരെ പുറത്തിറക്കി മറ്റേതെങ്കിലും ഒരു തീവണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനായിരിക്കും ശ്രമം നടക്കുക. ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ ബാറ്ററി ഡൗൺ ആയതാണ് കാരണം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.